ഡൽഹി റാവൂസ് IAS സ്റ്റഡി സർക്കിൾ ദുരന്തത്തിൽ നടപടികളുമായി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഓടകൾക്ക് മുകളിൽ സ്ഥാപിച്ച സ്ലാബുകൾ പൊളിച്ചു നീക്കുന്നു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഈ ഓടകൾക്ക് മുകളിൽ ഇങ്ങനെ അശാസ്ത്രീയമായി സ്ഥാപിച്ച സ്ലാബുകൾ അതായിരിക്കാം ഒരു പക്ഷേ പ്രശ്നങ്ങൾക്ക് കാരണം. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് സ്ലാബുകൾ പൊളിക്കുമ്പോൾ അപകടമുണ്ടാകാനുള്ളൊരു സാധ്യത പിന്നെയും ഇല്ലേ? സ്മിത, ഈ മലയാളിയായ നവീൻ ഡാൽവിൻ അടക്കം 3 വിദ്യാർത്ഥികളുടെ മരണത്തിന് ഇടയാക്കിയത് വെള്ളക്കെട്ടാണ്. അത് ഈ റാവൂസ് IAS സ്റ്റഡി സർക്കിൾ ഈ പ്രദേശത്ത് സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകാറുണ്ട് എന്ന പരാതി മാസങ്ങളായി തന്നെ ഉയരുന്നുണ്ട്. പലതവണ പരാതി പറഞ്ഞിട്ടും അതിൽ നടപടി ഉണ്ടായില്ല എന്ന് ഈ അപകടമുണ്ടായ ഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥികൾ ആരോപിച്ചിരുന്നു. ഈ ഒരു അപകടം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ നടപടിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. MCയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നു. ഈ പ്രദേശത്തുള്ള അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം JCB എത്തിച്ചുകൊണ്ട് ഈ ഓടയ്ക്ക് മുകളിൽ സ്ലാബുകൾക്ക് സ്ഥാപിച്ചിരിക്കുന്ന സ്വകാര്യ കെട്ടിടങ്ങളുടെ നിർമ്മിതികളാണ് ഇത്തരത്തിൽ പൊളിച്ച് നീക്കിയിരിക്കുന്നത്. 3 JCBകൾ അതിനായി ഇവിടെ എത്തിച്ചിരിക്കുകയാണ് MCD. ഇതിനു മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന മറ്റ് നിർമ്മിതികളെല്ലാം തന്നെ പൊളിച്ചു നീക്കിയിരിക്കുന്നു. ഇതിലൂടെ വെള്ളക്കെട്ടിന് ഇടയാക്കുന്ന തരത്തിൽ മാലിന്യങ്ങളും മറ്റും അടിഞ്ഞുകൂടുകയും അത് നീക്കം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും തുടർന്നാണ് ഈ പ്രദേശത്ത് സ്ഥിരമായി വെള്ളക്കെട്ടിന് കാരണമാകുന്നത് എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു അടിയന്തര നടപടി തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം MCDയെ തന്നെ ഈ ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. കാലങ്ങളായി പരാതി നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നില്ല. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളുടെ ബേസ്മെന്റുകളിൽ ഈ ലൈബ്രറികളോ മറ്റോ പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നു. അത് കാലാകാലങ്ങളിൽ പരിശോധിച്ച് നടപടിയെടുക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന 13 സ്ഥാപനങ്ങൾ സീൽ ചെയ്തിരുന്നു ഇന്നലെ വൈകിട്ട് തന്നെ MCD. ഇതിന്റെ തുടർച്ചയായാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി, നിർമ്മിതികൾ, അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കൂടുതൽ ഉപകരണങ്ങളും പോലീസും ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പോലീസ് എന്തായാലും ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് അതിന് ഉള്ളിലുള്ള ഇപ്പോൾ പൊളിച്ചു നീക്കിയിരിക്കുന്ന ഈ ഭാഗം എന്നുള്ളത് റാവോസ് IASന്റെ നേരെ എതിർവശത്തുള്ള മറ്റൊരു IAS അക്കാഡമി കെട്ടിടത്തിന്റെ മുൻവശത്തുള്ള അനധികൃത നിർമ്മിതികളാണ്. വാർത്തകളുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ചേർന്നത്.